പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മലയാളികളെ, ഈ മധുര മനോഹരമായ ഹരിത കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ ആരംഭിക്കുന്നു. കാരണം ഈ വീഡിയോ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ ആണ്. കാരണം 2 ദിവസം മുമ്പ് അക്കുപഞ്ചർ രീതിയിലുള്ള പ്രസവം, അതെന്തൊരു പ്രസവമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അക്കുപഞ്ചർ രീതിയിലുള്ള പ്രസവത്തെ തുടർന്ന് ഒരു മുസ്ലിം സ്ത്രീ കൂടി മരണത്തിന്റെ വായിലേക്ക് കടന്നുപോയിരിക്കുന്നു. അത് അവരുടെ 7ാമത്തെ പ്രസവമാണെന്ന് വാർത്തകളിൽ കണ്ടു. അങ്ങനെ മുസ്ലിം സ്ത്രീ മാത്രമല്ല, അവരുടെ നവജാത ശിശുവും മരണത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെ തുടർന്ന് വലിയ മാധ്യമ കോലാഹലങ്ങൾ വീണ്ടും ഉണ്ടായി. ഞാൻ ഇങ്ങനെയാണ്, ഓരോ പ്രാവശ്യം മരണം നടക്കുമ്പോൾ മാധ്യമങ്ങൾ വലിയ വായിൽ ബഹളം വെക്കുന്നു. അക്കുപഞ്ചർ എന്ന് പറയുന്ന ഒരു അറുവല ചികിത്സ, അങ്ങനെ അറുവല ചികിത്സ, അശാസ്ത്രീയ ചികിത്സ, അപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ മരിക്കുന്നു, അപ്പൊ ഈ ചികിത്സയെ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കെട്ടടങ്ങുന്നു. അപ്പൊ ഇപ്പോ ഉണ്ടായ തമാശ എന്ന് പറയുന്നത്, ഒരു ചാനലുകാരൻ പറയുന്നത് ഇങ്ങനെയുള്ള മരണത്തെ പൂരിപ്പിച്ചു കാണിക്കുന്ന മാധ്യമ ഗൂഢാലോചനയോ അതോടൊപ്പം തന്നെ അലോപ്പതി ലോബിയുടെ കാശ് വാങ്ങിക്കൊണ്ടുള്ള അഥവാ ലോബിയിങ് പ്രവർത്തനത്തിന്റെ ഫലമോ ഒക്കെയാണ് എന്നാണ്. അപ്പൊ ആളുകൾ മരിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യം ഈ പറയുന്ന വിദ്വാൻമാർ മനസ്സിലാക്കുന്നില്ല. ഈ മരണം നടന്നിട്ടില്ലെങ്കിൽ ഈ വിചാരണയോ ഈ ചർച്ചയോ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ അനന്തവിശാലമായ ഈ ഭൂഗോളത്തിൽ അനേകം രാഷ്ട്രങ്ങൾ കിടക്കുന്നു. ഈ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു ചികിത്സാരീതിയാണ് അക്യുപങ്ചർ. അക്യുപങ്ചർ എന്ന് പറയുന്നത് ചൈനക്കാരുടെ പരമ്പരാഗതമായ ഒരു രീതി ആണ്. അപ്പൊ ആ രീതി, അതിന്റെ ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കിയ ലോക ജനത അതിനെ സ്വീകരിക്കുകയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള, ജനപ്രീതിയുള്ള, ജനസ്വീകാര്യതയുള്ള 2ാമത്തെ ചികിത്സയായിട്ട് അത് മാറുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇതിനെ അംഗീകരിക്കണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കണം, ഇതിന്റെ പ്രയോജനങ്ങൾ ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിശക്തമായ പ്രോത്സാഹനവും പ്രചാരണവും നടത്തി ഇതിന്റെ വളർച്ചയ്ക്ക് വഴി നടത്തിച്ചത്. അപ്പൊ അങ്ങനെ ലോകത്ത് എമ്പാടും പ്രചാരമുള്ള അതിവിശാലമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. കൂടാതെ അശാസ്ത്രീയ ചികിത്സാ രീതികൾ എന്നറിയപ്പെടുന്ന അലോപ്പതി ഒഴികെയുള്ള അഥവാ മോഡേൺ മെഡിസിൻ ഒഴികെയുള്ള മറ്റ് ചികിത്സാ രീതികളിൽ അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയമായ രീതി അക്കുപങ്ചറാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം ഒഴികെയുള്ള മറ്റെല്ലാ ചികിത്സാ രീതികളും അശാസ്ത്രീയം ആണ്. കാരണം അവയൊക്കെയും അതിന്റെ എല്ലാ അംശങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതിനാൽ ആധുനിക വൈദ്യശാസ്ത്രം ഒഴികെയുള്ള മുഴുവൻ ചികിത്സാ രീതികളും അശാസ്ത്രീയമാണ് എന്ന് വരുന്നു. അങ്ങനെ ഈ അശാസ്ത്രീയമായ രീതികളിൽ വെച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടന്നു വരുന്ന 2ാമത്തെ രീതി ഏത് എന്ന ചോദ്യത്തിന് അക്കുപങ്ചർ എന്നാണ് ഉത്തരം. അക്കുപങ്ചറിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിന്റെ ഒരുപാട് വശങ്ങളെക്കുറിച്ചും അതിന്റെ ഒരുപാട് പ്രയോജനങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടക്കുകയും അതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള നിരവധി തീസിസുകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. പഴയകാലത്ത്
അക്കുപങ്ക്ചർ ചികിത്സാ രീതി അമേരിക്കയിൽ പ്രചാരം നേടിയപ്പോൾ അതിനെ എതിർക്കുവാൻ വേണ്ടി ഏറ്റവും മുമ്പിൽ നിന്നിരുന്നത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആയിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ആണ് പ്ലാസബോ തിയറി എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നത്. അത് അക്കുപങ്ക്ചറിന്റെ വികാസത്തെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അക്കുപങ്ക്ചർ ചികിത്സ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചികിത്സ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവുകയും ആ തോന്നലിലൂടെ തനിക്ക് ആശ്വാസം ലഭിച്ചതായി രോഗിക്ക് തോന്നുകയും ചെയ്യുന്നു എന്ന ഒരു തോന്നലോപതി ആണ് അക്കുപങ്ക്ചർ എന്നാണ് ഈ പ്ലാസബോ കൊണ്ട് വിശദീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ മൃഗങ്ങളിലും പിൽക്കാലത്ത് ചെടികളിലും പല പരീക്ഷണങ്ങൾ നടന്നു. ഇത് എലികളെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നടന്ന പരീക്ഷണങ്ങളിൽ ഇത് മൃഗങ്ങളിൽ കൂടി ഫലപ്രദമാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ പാശ്ചാത്യ നാടുകളിൽ വെറ്റിനറി അക്കുപങ്ക്ചർ എന്നൊരു ശാഖ തന്നെ പിന്നീട് പിറവി എടുത്തു. അങ്ങനെ ശാസ്ത്രീയമായി മൃഗങ്ങളിൽ ഇത് ഇഫക്റ്റീവാണ് എന്ന് തെളിഞ്ഞതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസബോ തിയറി പരാജയപ്പെടുകയും ചെയ്തു. ഇന്ന് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിലാണ് പല ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും ഫലം പ്രസിദ്ധീകരിച്ചു വരുന്നത് എന്ന് കാണാം. ഇന്ത്യയിലും അക്കുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായത്തെ അംഗീകരിക്കുവാൻ കാരണം സെൻട്രൽ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, ആ റിസർച്ചിന്റെ നേതൃത്വത്തിൽ, അതിന്റെ ഡയറക്ടർ ജനറലുടെ നേതൃത്വത്തിൽ വിവിധ വൈദ്യശാസ്ത്ര ശാഖകളിലുള്ള വിദഗ്ധന്മാരുടെ ഒരു സമിതി പഠനം നടത്തുകയും ആ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അക്കുപങ്ക്ചറിനെ ഒരു തെറാപ്പിയായി അംഗീകരിക്കണമെന്ന് ഗവൺമെന്റിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. അതിന്റെ വെളിച്ചത്തിലാണ് അക്കുപങ്ക്ചർ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ളത്. ആ ശുപാർശ ചെയ്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചൈനീസ് വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുകയും ചൈനീസ് അക്കുപങ്ക്ചറിനെ കുറിച്ച് പഠിക്കുകയും ചൈനീസ് അക്കുപങ്ക്ചറിനാണ് ഇവിടെ അംഗീകാരം നൽകിയിരിക്കുന്നത്. അങ്ങനെ ലോകത്തിലും ഇന്ത്യയിലും അംഗീകരിക്കപ്പെട്ടുള്ള ഒരു രീതിയാണ് അക്കുപങ്ക്ചർ. എന്നാൽ നമ്മുടെ ഈ കോണക കേരളത്തിൽ, മനോഹരമായ ഈ കോണക കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? കുറഞ്ഞ തോതിൽ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലും അക്കുപങ്ക്ചർ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് പുറത്ത് എന്തുകൊണ്ട് അക്കുപങ്ക്ചർ മരണങ്ങൾ ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ടാണ് അക്കുപങ്ക്ചർ രീതിയിലുള്ള മരണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതവിഭാഗക്കാർ, അതിൽപ്പെട്ട സ്ത്രീകൾ മാത്രം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അക്കുപങ്ക്ചർ ചെയ്യുമ്പോൾ മുസ്ലിം സ്ത്രീകൾ മാത്രം റിയാക്ഷനായി മരിച്ചു പോകും? എന്തുകൊണ്ടാണ് മുസ്ലിം കുഞ്ഞുങ്ങൾ മാത്രം ഇങ്ങനെ കൂട്ടക്കൊലക്ക് ഇരയാക്കപ്പെടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2014 മുതൽ ഇങ്ങനൊരു ചികിത്സ വരാനിരിക്കുന്നു, ഇങ്ങനൊരു ചികിത്സ ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് വലിയ ആപത്താണ്, ഇതൊരു തട്ടിപ്പ് ചികിത്സയാണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ശബ്ദം വളരെ പതിയതും വളരെ ചെറിയ ഒരു ചുറ്റുവട്ടത്തിലും മാത്രം മുഴങ്ങുകയാണ് ഉണ്ടായത്. അതിന്റെ ഫലമായിട്ടും ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാത്തതിനാൽ ഒക്കെയാവാം ഏതായാലും കേരളത്തിൽ അതിനെ തുടർന്ന് നിരന്തര മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഞാൻ ഇതിനെതിരെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ചെയ്തു വരുന്ന തുടങ്ങുന്ന കാലത്ത് ഇന്ന് വീട്ടിൽ പ്രസവിച്ചവർക്ക് അവാർഡ് കൊടുക്കുകയും സ്റ്റേജിൽ വിളിച്ച് ആദരിക്കുകയും ചെയ്യുന്ന ഒരു പൊട്ട സംഘടനയോ ആ സംഘടനയുടെ ആളുകളോ അതിന്റെ തലവനോ ഒന്നും രംഗത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നിരുന്നത് ഈ പ്രചരിച്ചു വരുന്ന ഈ ചികിത്സാരീതി അത് അക്കുപങ്ക്ചർ ചികിത്സാരീതി അല്ല എന്നതാണ്. അക്കുപങ്ക്ചർ എന്ന് പറയുന്ന ലോകത്തെമ്പാടുമുള്ള ചികിത്സാരീതിയും ഈ കേരളത്തിൽ ഇപ്പോൾ പ്രചരിച്ച് ജനങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അറുകൊല ചികിത്സയും തമ്മിൽ വഴിയെ പോയ ബന്ധം പോലും ഇല്ല. ഇത് പറയാനുള്ള നിങ്ങളുടെ അധികാരം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കുള്ള അത്രയും അധികാരം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കേരളത്തിൽ മറ്റാർക്കുമില്ല. അതിന്റെ കാരണം കഴിഞ്ഞ 40 വർഷമായി
40-ഓളം വർഷമായി ചൈനീസ് അക്കുപങ്ചർ ചികിത്സാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയിരിക്കെ 2013 കാലഘട്ടത്തിൽ ഇങ്ങനൊരു പുതിയ ചികിത്സ ഇറങ്ങിയിരിക്കുന്നു എന്ന് കേൾക്കുകയും അങ്ങനെ കേട്ടതിന്റെ വെളിച്ചത്തിൽ ഇത് എന്താണ് അന്ന് തന്നെ കേട്ടപ്പോൾ തന്നെ വലിയ തമാശ തോന്നി. വിരൽ കൊണ്ട് തൊട്ട് ചികിത്സിക്കുന്ന ഒരു അക്കുപഞ്ചർ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് കേട്ടത്. അങ്ങനെ അക്കുപഞ്ചർ എന്ന വാക്കിന്റെ അർത്ഥം സൂചി കുത്തൽ ആണ്. അങ്ങനെ സൂചി കുത്തി ചികിത്സിക്കുന്ന ഒരു രീതി എങ്ങനെയാണ് വിരൽ കൊണ്ട് തൊട്ടാൽ അക്കുപഞ്ചർ ആവുക? അപ്പൊ അതിന്റെ വാക്കിന്റെ അർത്ഥം പോലും തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കുകയും ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വണ്ടി പിടിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നാൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ചെന്ന് പഠിക്കുകയും ചെയ്തു. അന്ന് കാലത്ത് അതിന് യൂണിവേഴ്സിറ്റികൾ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു, അംഗീകൃത സർവകലാശാലകൾ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ഇപ്പോഴുണ്ടോ എന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് പഠിച്ചിട്ടാണ് വിമർശിക്കുന്നത്. പഠിച്ചിട്ട് മാത്രമല്ല, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ സയൻസ് പൊട്ടശാസ്ത്രമാണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അക്കുപങ്ചറുമായി യാതൊരു ബന്ധമല്ല. അത് ഈ അക്കുപങ്ചർ പഠിക്കാൻ വേണ്ടി ഈ തരികിടോപ്പതി പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, അവരുടെ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോഴാണോ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ അകത്ത് പറയുന്ന ഇതിന്റെ ഫാദർ ഓഫ് മെഡിസിൻ, ഈ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന വിദ്വാനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വൈകി അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വിദ്വാനെ ഞാനും കൂടി പല സെമിനാറുകളിൽ പങ്കെടുത്ത് ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു സെമിനാറിൽ വെച്ച് ജയസൂര്യയെ ഇയാൾ അക്കുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സൂചി കുത്തലാണ് എന്ന് ബോധവൽക്കാൻ ശ്രമിക്കുകയും ജയസൂര്യ അപ്പൊ അങ്ങനെ ബോധവൽക്കരിച്ച് ജയസൂര്യെ കൊണ്ട് അംഗീകരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവനും ഇയാളെ സയൻസ് പഠിക്കും എന്നാണ് ഈ വിദ്വാൻ വിചാരിച്ചിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ജയസൂര്യ പറഞ്ഞു അക്കുപങ്ചറിൽ ഒരു സൂചി ഉപയോഗിക്കണോ ഒന്നിലധികം സൂചി ഉപയോഗിക്കണോ എന്ന് ചികിത്സിക്കുന്ന അയാളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഒരു സൂചി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ, ഞാൻ ഒന്നിലധികം സൂചി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളാം എന്ന് ജയസൂര്യ പറഞ്ഞതോടുകൂടി ഇയാളുടെ അടപ്പ് ഊരിപ്പോകും. അതിനുശേഷം പിന്നീട് ഞാൻ ഈ വിദ്വാനെ ഒരു സെമിനാറും കാണുക ഉണ്ടായില്ല. ഇതാണ് തമാശ. അപ്പോ ഈ വിദ്വാനാണ് ഇതിന്റെ ഫാദർ ഓഫ് മെഡിസിൻ. അപ്പൊ ഇദ്ദേഹം അക്കുപങ്ചർ എന്ന് പറയുന്ന ചൈനക്കാരുടെ ചികിത്സാ രീതി പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചു. അപ്പൊ ഇദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ സ്വന്തമായി പഠിച്ചു എന്നോ അങ്ങനെ സ്വന്തമായി പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല അക്കുപങ്ചർ, ഒരു പ്രാക്ടിക്കൽ മെത്തഡോളജിയാണ്. അപ്പൊ അത് നല്ല വിദഗ്ധരായ ആളുകളുടെ കീഴിൽ തന്നെ പഠിക്കണം. അങ്ങനെ ബുക്ക് വാങ്ങി പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി ഇയാൾക്ക് അന്തവും കുന്തവും മനസ്സിലായില്ല. അതിന്റെ വെളിച്ചത്തിൽ അയാൾ കുറച്ച് പോയിന്റുകൾ എടുത്തുകൊണ്ട് 5 എലമെന്റ് പോയിന്റുകൾ എടുത്തുകൊണ്ട് ഒരു ട്രീറ്റ്മെന്റിനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും അതിൽ ചില ഭക്ഷണക്രമങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇത് പിന്നീട് അയാൾ വലിയ മതവിശ്വാസിയാണ്. അപ്പൊ അങ്ങനെ ഈ മതവിശ്വാസവും എല്ലാം കൂട്ടി മിക്സ് ആക്കിയിട്ട് ഒരു പരുവത്തിലാക്കി ഈ സാധനം പിന്നീട് കേരളത്തിലേക്ക് പ്രചരിച്ചു. അപ്പൊ കേരളത്തിലെ ചില മതവിശ്വാസികൾ തന്നെ ഇത് ഏറ്റെടുത്ത് ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മതവിശ്വാസികളായ മുസ്ലിങ്ങൾ അത് പഠിക്കുകയും അത് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇത് അക്കുപങ്ചറുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം വീഡിയോകൾ ചെയ്യാം. അപ്പോ അക്കുപങ്ചർ രീതിയിൽ ഒരു പ്രസവെടുക്കുന്ന സമ്പ്രദായമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രസവെടുക്കാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ മരണങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലാതെ തന്നെ ഇവരുടെ രീതിയിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രമേഹ രോഗികൾ പ്രമേഹം മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേഹ രോഗികളെ ചികിത്സിക്കുകയും പ്രമേഹ രോഗികൾ മരിച്ച അതിന് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതായ റിപ്പോർട്ട് അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നമ്മുടെ ഇതില് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അതൊക്കെ കാണാം. അപ്പൊ തമിഴ്നാട്ടിലും അത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ ഈ മരണം ഒരു തുടർക്കഥയായിട്ട് പോകും. കാരണം നിങ്ങൾ ഇത് അക്കുപഞ്ചറാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ അക്കുപഞ്ചറേ ഇല്ല. അക്കുപഞ്ചർ എന്ന് പറയുന്നത് സൂചി കുത്തി ചികിത്സിക്കുന്ന ഒരു രീതിയാണ്. ഇവര് പറയുന്ന ചികിത്സാ രീതിക്ക് ഭക്ഷണക്രമം, ജീവിതക്രമമാണ് പ്രധാനം. അതിന് സൂചി കുത്തൊക്കെ ഒരു നാടകമാണ്. അങ്ങനെ ഈ ജീവിത ക്രമീകരണം നടത്തുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമല്ലോ. അങ്ങനെ ആ ആശ്വാസത്തെ ആണ് ഇവരുടെ ചികിത്സ കൊണ്ട് രോഗം മാറിയതായി ആളുകളെ പറ്റിക്കുന്നത്. അപ്പൊ ഈ ചികിത്സയുടെ തത്വങ്ങൾ പോലും പരാജയമാണ്. ഇതിന്റെ പ്രായോഗിക വശങ്ങൾ പരാജയമാണ്. ഇതിന്റെ പുസ്തകം നിറയെ പൊട്ടത്തെറ്റാണ്. അപ്പൊ ഇതിനോടൊക്കെ കലഹിച്ചുകൊണ്ട് ഞാൻ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരു കച്ചവടക്കാരനാണ് കണ്ണൂരെ. എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ രോഗമുണ്ട്. എനിക്ക് കുത്തിയിരുന്ന് കച്ചവടം ചെയ്തിട്ട് നടുവിനൊക്കെ വേദനയുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു കൊല്ലം ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞുകൂടിയത്. ആ കാലഘട്ടത്തിൽ ഞാൻ മരപ്പൊട്ടനായി അഭിനയിച്ചു. പല കോമിക്കുകളും നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വലിയ തമാശകളൊക്കെയും നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. ഏതായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ചൈനീസ് ചികിത്സയില്ല. അക്കുപഞ്ചർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ലോകത്തില്ല. ചൈനക്കാരൻ കേൾക്കാത്ത ഒരു അക്കുപഞ്ചർ ലോകത്തുണ്ടോ? ചൈനക്കാരെ പോയി കേൾക്കാത്ത ഒരു സാധനമാണ് ഇവർ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇവര് ഇതിന് വിളിക്കുന്ന പേരെന്ന ക്ലാസിക്കൽ അക്കുപഞ്ചർ എന്നൊക്കെയാണ്. എന്താണ് ക്ലാസിക്കൽ അക്കുപഞ്ചർ? ഈ ഇത് കണ്ടുപിടിച്ച വിദ്വാൻ അദ്ദേഹം അലോപ്പതി ഡോക്ടറായിരുന്നു. അയാൾ അലോപ്പതി പ്രാക്ടീസ് മതിയാക്കിയിട്ട് ഹോമിയോപ്പതിയിലേക്ക് 2 വർഷം പ്രാക്ടീസ് ചെയ്തു. അനധികൃതമായി ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ വ്യാജമായി ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ അത് ഇന്ത്യയിൽ ഹോമിയോപ്പതി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, രജിസ്ട്രേഷൻ ഇല്ലാതെ? അതിന് പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അയാൾ അടുത്ത കണ്ടത്തിലേക്ക് ചാടാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ദൗർഭാഗ്യവശാൽ അക്കുപഞ്ചർ ചെന്ന് പെടുകയും അയാൾ ഇതിലേക്ക് കഷ്ടകാലത്തിന് വന്ന് ചേരുകയും ചെയ്തു. അതിന്റെ ദുരന്തമാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഹോമിയോപ്പതിയിൽ മോഡേൺ ഹോമിയോപ്പതി, ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്ന് 2 വിഭാഗം ഉണ്ട്. അപ്പൊ അതിനെ അനുകരിച്ചുകൊണ്ട് അപ്പൊ ഈ ക്ലാസിക്കൽ ഹോമിയോപ്പതിയിൽ സകല ലക്ഷണങ്ങൾക്ക് ചേർന്ന് ഒരു മരുന്ന് കൊടുക്കുന്നു. മോഡേൺ ഹോമിയോപ്പതിയിൽ ഒരു മരുന്നല്ല കൊടുക്കുന്നത്. ഇത് 2 തമ്മിൽ വ്യത്യാസം. അപ്പൊ ഇതിനെ അനുകരിച്ചുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ ഒറ്റ സൂചി മാത്രം കുത്തുന്നതിനെ കൊണ്ട് എല്ലാ ലക്ഷണങ്ങളെയും സമഗ്രമാക്കി ഒരു കുത്തുക. അങ്ങനെ ഈ ഒറ്റ സൂചി ചികിത്സക്ക് ഇദ്ദേഹം ക്ലാസിക്കൽ അക്കുപഞ്ചർ എന്നൊക്കെയും പേരിട്ടു. ഇതിന് ഇയാളിട്ട ഒറിജിനൽ പേര് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കുപഞ്ചർ എന്നാണ്. ഇത് ഇന്ത്യനുമല്ല, അക്കുപഞ്ചറുമല്ല, ക്ലാസിക്കലുമല്ല, ഒന്നുമല്ല. ഒരു ലക്ഷണം തികഞ്ഞ തരികിടോപ്പതിയാണ്. ഈ തരികിടോപ്പതി ചെയ്തിട്ടാണ് ഇവിടെ കൂട്ടമരണങ്ങൾ ഉണ്ടാകുന്നത്. ഇവരുടെ പുസ്തകമെല്ലാം ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഓരോന്നായി വായിച്ച് അതിനകത്തുള്ള പൊട്ടത്തെറ്റുകൾ, പൊട്ട കാര്യങ്ങളെല്ലാം ഭാവിയിൽ പറഞ്ഞു തരാം. ഇതിനാണോ ഒരു പാട്ടുപുസ്തകം? പഴയ കാലത്ത് നമ്മൾ ഈ ചന്തകളിലെല്ലാം പോയി കഴിഞ്ഞാൽ പാട്ടുപുസ്തകം കിട്ടും. ഒരുപാട് പ്രേം നസീറിന്റെയും ഒക്കെ അഭിനയിച്ച, ഷീലൊക്കെ അഭിനയിച്ച പല പാട്ടൊക്കെ അടിച്ചിട്ടുള്ള ഒരു പാട്ടുപുസ്തകം. ആ പാട്ടുപുസ്തകത്തിന്റെ വലിപ്പമുള്ള ഒരു ബുക്ക്. ആ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജലദോഷം മുതൽ ക്യാൻസർ വരെ നിങ്ങൾക്ക് ഏത് രോഗം ചികിത്സിക്കാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു ഉഡായിപ്പോപ്പതിയാണ് കേരളത്തിൽ മരണം വിതയ്ക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തു, നിരവധി എഴുതി, എനിക്ക് മതിയായി. അപ്പൊ ഞാൻ ഇനി പറയുന്നത് ഇതാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കുറച്ച് ചാനലുകൾ അവരാരെങ്കിലും വന്ന് ഈ ചികിത്സാ രീതി ഇതിനെക്കുറിച്ച് എന്നോട് ഒരു ഇന്റർവ്യൂ ചെയ്യും. ഞാനെല്ലാം വിശദീകരിച്ച് പറഞ്ഞുതരാം. എന്നാൽ കുറച്ച് ജനങ്ങളിൽ എത്തുമല്ലോ. എന്റെ ഈ കുറച്ചാളുകൾ മാത്രമുള്ള ഈ ഒരു ചാനലിൽ ഇരുന്നിട്ട് ഞാൻ ഈ ബഹളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ ഇത്രയും അധികം മരണങ്ങൾ നടന്ന സ്ഥിതിയിൽ ഇനിയെങ്കിലും ഇത്തരം മരണം കൂടുതൽ നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ചെന്ന് ചാടണ്ട. അങ്ങനെ അക്കുപഞ്ചർ പ്രസവം എന്ന് വെച്ചൊരു പ്രസവമേ ഇല്ല എന്ന് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അക്കുപഞ്ചർ രീതി പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും ബഹളം വെക്കരുത്. ഇത് അക്കുപഞ്ചർ അല്ല. ഏതോ ഒരുത്തിന് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതിന് നമ്മുടെ തലയിലേക്കാണ് ഇത് വന്ന് വീഴുന്നത്. നമ്മളുമായിട്ടോ ഈ അക്കുപഞ്ചറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഈ ചികിത്സ പഠിച്ചു,
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബഹളം വെച്ച് പുറത്തിറങ്ങി. പക്ഷേ ഞാൻ പരീക്ഷ ഡിസ്റ്റിങ്ഷനോട് അവരെ സർട്ടിഫിക്കറ്റുമായി കയ്യിൽ വെച്ചു. അപ്പൊ അതിനെ വിമർശിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഞാനത് ചെയ്യാനൊന്നും പോയിട്ടില്ല. കാരണം ആ തട്ടിപ്പാണെന്ന് ഉറപ്പുള്ള കാര്യം ആരെങ്കിലും ചെയ്യേണ്ടതെന്നു. പിന്നെ അത് ചെയ്തിട്ട് ആളുകളെ പറ്റിച്ചിട്ടുള്ള ഒരു കാശ് വേണ്ട. നമ്മൾ ഉള്ളത് കൊണ്ട് ചെറിയ വട്ടത്തങ്ങനെ മിന്നിച്ച് ജീവിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. താങ്ക് യു.